ഒന്ന് രണ്ട് 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 പിടിയും ഒന്ന് 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 ഒന്ന്. തല വെട്ടി ഇളക്ക്. ഓഹോ, ഞാൻ തല വെട്ടിയേക്കാം. പെരക്ക് തീ പിടിക്കുമ്പോഴല്ലേ വാഴ വെട്ടാനൊക്കും. നടക്കട്ടെ. എന്താ പറഞ്ഞ കേശവളെ? അവക്ക് നെല്ല് കൊടുക്കണ്ട, അവിടെ കാശും വേണ്ട. നിങ്ങൾ പോയെന്ന് എന്തായാലും നോയിക്കൊണ്ട് നിൽക്കുന്നത്? നെല്ല് തരൂലെന്ന് കൊച്ചമ്മ പറഞ്ഞില്ലേ? നിങ്ങൾ നെല്ലും വേണ്ട പുല്ലും വേണ്ട. അറിയാർത്തി കൊച്ചിനാവാ, ചെല്ലമ്മയ്ക്ക് നെല്ലുകളൊന്നും വേണ്ടടേ. പോയി പറ, കേരളം വിളിക്കണമെന്ന് പറ. മനസ്സില്ല അതേ പ്രസംഗം ചേർക്കാം. ഇപ്പോഴത്തെ ഒരു പിഞ്ചിലപ്പഴത്തെ പിള്ളേര് എറിഞ്ഞു വാട്ടുകളെ പിടിച്ചോ. ഒരു കൈ പിടി. ഇനിയും എങ്ങനെ ഇവിടെ വന്ന്? ആര് കാണിച്ചു തന്ന വീട്? അതൊക്കെ നമ്മള് വരും ചെല്ലമ്മ. ചെല്ലമ്മ ഇന്നത് ചന്ത വരാത്ത് വള്ളിയൊക്കെ കണ്ടില്ലല്ലേ? ഞങ്ങൾക്ക് എല്ലാവരും ആപത്ത് പറ്റി മുതലാളി. ആ ദാ കണ്ടില്ലയോ? വരണേ, അകത്ത് വന്നിരിക്കണം. കേറിയിരിക്കണം മുതലാളി. നമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സോക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നന മുതലാളി. എന്തിനു വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? നമ്മക്കെന്തൊരു ചായ? കരുക്ക് വേണോ? ആർക്ക് വേണം കരുക്ക്? പിന്നെ എന്തിനു വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാനിങ്ങനെ അറിയണത് എനിക്ക് യോലിച്ച് അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരിയമ്മന്റെ വീട്ടിൽ. നീ പോയി ധൃതിയൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെയെല്ലാം വായിച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. തന്നില്ലൊക്കെ അങ്ങ് ചത്തുപോയി. ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടീനെ വേണം. പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാന്ന്? അയ്യോ, അത് ഒക്കില്ല. വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ. അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല. 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ, ശബ്ദിക്കരുത്. ഇവിടെ ഇപ്പൊ വരാം.
മുതലാളി മുതലാളി തീ ആർക്കാണ് എന്റെ തീ? അക്ക ചായ മുതലാളി ചായ നീ എന്നെ കുടിച്ചോ. ഇന്നടാ ചായ ചേട്ടാ കുടിക്കാൻ. എന്താടാ വജ്രാമ ആ തുലുക്കം കുടിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാണാ കുടിക്കാത്തത്? മേശ്രി വരാറായി, ഒന്നും പറയണ്ട. താൻ ചുമ്മാ വിരോധമുള്ളവരെ പറ്റി ന്യൂസ് അടിച്ച് ഇറക്കേ. ഇല്ല ശാലി, എന്റെ കണ്ണ് കെട്ടിനാണ് ഞാൻ കണ്ടു. വാസുണ്ണ കള്ളസാക്ഷി പറയല്. വാസുണ്ണ കണ്ടോ? പിന്നല്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്ന് വെച്ചാൽ എന്റെ ഭാര്യ അമ്മു കണ്ടു. എന്നാ പിന്നെ ശരി. ചെല്ലമ്മയാരാ പുള്ളി? നാട്ടുകാർ ഗുണമൊന്നുമില്ലേ? ഭയങ്കര ചീറ്റല. ഏതായാലും മേസ്ത്രിയും വരട്ടെ. അങ്ങേർക്കാണല്ലോ ചെല്ലമ്മയെ പറ്റി പറയുമ്പോ സഹിച്ചുകൂടാത്ത. അതാണ് ഞാനും പറയുന്നത്. വരട്ടെ. എന്ത് ചെല്ലമാന്ന് ചന്തയിലങ്ങ് പോയില്ലേ? പോയി, നേരത്തെ പോന്നു. ആ അതാ നല്ലത്. ഏയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്? ഇല്ലല്ലോ. ഇച്ചിരി ഉമിക്കരി തരുവോ? ഇവിടെ ഉമിക്കരി ഇല്ല. അതെന്താ? ചെല്ലമ്മ പല്ല് തയ്ക്കത്തില്ലയോ? എന്തിനു വേണം അറിഞ്ഞിട്ട്? അല്ല, നല്ല ഒന്നാന്തരം മുല്ലമുട്ട് പോലിരിക്കുന്ന പല്ലുകൾ. വിഷമിക്കണ്ട, പോയി. ചെല്ലമ്മ എന്നെ അറിയോ? എനിക്കാരും അറിഞ്ഞൂടാ, അറിയുകയും വേണ്ട. എന്നാൽ ഞാൻ പോയേക്കാം. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല, സമ്മതിച്ചു. ഇച്ചിരി ഉമിക്കരി തന്നാൽ. ഉമിക്കരി ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഉമിക്കരി ആ എഞ്ചിൻ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് കൊണ്ടുകൊടു. ഏതരപ്പായാണത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ അല്ല, ഇതാര്? കൊച്ചങ്ങത്തിയോ? എന്താണ് കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കേ. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ആ, ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന്. എന്നെ ചെല്ലമ്മയ്ക്കോ? ചെല്ലമ്മ, ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. ആഹാ, അത്രയാ ഉള്ള. കൈ കരക്കരിക്കുള്ളൂ. അതുപോലെ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ.
ചെല്ലമ്മ, എനിക്ക് എനിക്ക് അച്ചിയാക്കണ അതൊക്കെ പഴഞ്ഞതല്ല ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം. കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ ലത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഈ കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ അങ്ങത്തെ. ആ ഇങ്ങോട്ട് വരണം. ഓ ഒന്ന് കേറി വെച്ച് പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞു? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമ്പാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ആ ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചന്തയിൽ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7 എണ്ണത്തിന് ചിലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാൽ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് വാരല്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കുക. ഇന്ന് പിടിക്കും. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനും തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്ന വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലം നടന്മാര്. അത്രക്കാലോ? എന്റെ പശുവിന്റെ കയർ നീ അറക്കുകൊണ്ട് വയ്യോടി. ആ വാഴ ആരാ അങ്ങോട്ട്? വാഴ അങ്ങോട്ട് വെട്ടിക്കാം. ചട്ടി കലമൊക്കെ എടുത്ത് പുറത്ത് വേറെ ഒഴിച്ചും കൂടി തീരുന്നു. എന്തിനാണ് നോക്കിയത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടുകയാണ് അവളെ. പിടിച്ചു കെട്ടി ആർപ്പത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിട്ട് അടിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാൻ എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്ക. എടോ മൂപ്പിന്നേ കൈമണി,
ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്റെ അടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അതെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസു കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കിട്ടിയത് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എടാ പട്ടികളെ പോയടാ പോയണ്ട. ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വന്നത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണോ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അറുപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ.